എടി ഷഫീനെ തീർത്താത്ത നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കണം. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം കേട്ടോടി. ഓഫ് എന്റെ പൊന്നെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ടിട്ട് മെസ്സേജ് അയച്ചിട്ടോ കോൾ ചെയ്തിട്ടോ ഒക്കെ പറഞ്ഞാ പോരെ. എന്തിനത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് വീണ്ടും വീണ്ടും നാറുന്നത്? ഷെഫീന ബേബി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നേരിട്ട് മെസ്സേജ് അയക്കേ, ഫോൺ നമ്പർ ഒപ്പിച്ചൊന്ന് വിളിച്ച് സംസാരിച്ചാ പോരെ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വല്ല കേസും കൊടുക്ക്. ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് ഉള്ള വില എന്ത് വില അല്ലേ, ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നോട്ടോ. അടിപൊളി. എന്താ കേസ് കൊടുക്കാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമേജ് അത്രമാത്രം കിട്ടില്ല. ഇവിടെ നെഗറ്റീവ് ഇമേജ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണം, വേറെ ഒന്നുമല്ല. അത് മാത്രം മതി എന്നുള്ളതാണ്. ഒരുപാട് കമന്റുകൾ ഇതിനോടകം തന്നെ രണസുന്നയുടെ കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. ഒരാള് സപ്പോർട്ട് ചെയ്യണില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. ഷെഫീന ബീബി എന്താ പറഞ്ഞത് കേൾക്കണോ നിങ്ങൾക്ക്? നിങ്ങൾ കേൾക്കാതെ. നീ വെച്ച് തന്നെയാണ് ചെയ്തത്. ഓ എഞ്ചിനീയർ, ആരുടെ എഞ്ചിനീയർ? മൈക്കാട് തങ്കൂന്റെ മരുമോ എഞ്ചിനീയറാ? നിന്റെ ചേച്ചിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നില്ല, ആ പറയുന്ന പന്നനിക്ക് ഒരു ജോലി. എഞ്ചിനീയർ നിന്റെ തന്ത ഡോക്ടർ എന്ന് കൂടെ പറയടി. അങ്ങ് നീട്ടി വെച്ചു. ഈ എഞ്ചിനീയർ ചേട്ടത്തിയും ചേട്ടന്റെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തടി നീ പിച്ച എടുത്ത് വീട് വെച്ചത്? നിന്റെ നാട്ടുകാർ പിച്ച എന്തിനടി? നീ ഇതിനെ ഭിക്ഷ വാങ്ങിക്കാൻ പോയത്? അന്തസ്സുള്ളതാണെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കി. ആ പൈസ ഇല്ല, ഫിറോസിനോട് സംസാരിച്ചിട്ട് പൈസ തിരിച്ചു കൊടുക്കി മര്യാദയ്ക്ക്. എടി പിച്ചക്കാരി, കണ്ടവന്റെ വീട്ടിൽ കിടക്കുന്ന പിച്ചക്കാരി. ആ ചെറുക്കന്റെ വീടാണ്. ആ വീട് വെച്ച സമയത്ത് കമന്റ്സ് ഒരുപാട് വന്നിരുന്നു, ഈ ചെറുക്കനിക്ക് ഇത് കിട്ടത്തില്ലായിരുന്നു. അത് കറക്റ്റ് ആയില്ലേ? ആ കുട്ടിക്ക് അവകാശപ്പെട്ട വീട്ടിൽ കയറി കിടന്ന് ഞൊളയുന്ന എവിടെ എന്താ ചെയ്യാ? ആ ചെറുക്കനിക്ക് വീട് കൊറി ഇറങ്ങി പോടി, അല്ലെങ്കിൽ വാടക അയച്ചു കൊറി. എളുപ്പമായല്ലോ. കുട്ടി അവിടെ നിന്ന് വീഡിയോ ഇട്ടു. ഇനി അവന് 10 പൈസ കൊടുക്കണ്ട. കള്ളി. ഇനി ഈ ഇളയ ചെറുക്കൻ 18 വയസ്സ് ആകുന്നത് വരെ 10 പൈസ ആ കുട്ടിക്ക് കൊടുക്കണ്ട. എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഓർത്ത് നോക്കിയാണ്. എന്തോ വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഓർത്ത് നോക്കിയാണ്. അവന് ചെലവിന് കൊടുക്കും മര്യാദയ്ക്ക്, അല്ലെങ്കിൽ വാടക വീട്ടിൽ പോ. അവൻ വാടക കൊടുത്തിട്ട് നിനക്ക് ഒരു പങ്ക് തരും. അത് മര്യാദ. അല്ലാതെ അവന്റെ അച്ഛൻ മരിച്ചതിന്റെ പേരിൽ ആൾക്കാർ പൈസ ഒരു കുട്ടി ആ ചെറുക്കന് കൊടുത്തത് അവരാണ് ആദ്യത്തെ അവകാശി. അവന്റെ അമ്മയാണ് അവകാശി. നീയൊക്കെ വന്നതിൽ മൂന്നാമത്തോ നാലാമത്തെയാണ് നീ. അവന്റെ അമ്മ തന്നെയാണ്. സുധിയുടെ അമ്മ തന്നെയാണ്. ആ അമ്മയ്ക്കും സുധിയുടെ മൂത്ത മകനിക്കുമാണ് ആ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ അധികാരം. നീയൊക്കെ പിച്ച നീ DNA ടെസ്റ്റ് എടുത്തൊന്നും തെളിയിക്കും. നിന്റെ കൂടെ ഉള്ള ചെറുക്കഥ കാണണം. വെച്ചിട്ട് പോടി. ചുമ്മാ ചെവീന ബീവി എന്ന് പറഞ്ഞിട്ട് നടക്കാതെ. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞത്. വൈകാരികമായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ഷെഫീന ബീവിയും അതേപോലെ തന്നെ ഈ രണസുനയും തമ്മിൽ ഇവർ തെറിത്താത്താന്ന് ഇങ്ങോട്ട് വിളിക്കും, നിക്കർ വിധവ എന്നവർ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും. അങ്ങനെ പല പേരുകൾ അങ്ങോട്ടും വിളിച്ചിട്ടുള്ള ചർച്ചകൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങോട്ട് മാന്തിയാൽ അങ്ങോട്ട് മാന്തും എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും കൊണ്ട് ഒരു ചൊറിച്ചൽ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഈ ഷെഫീന ബീവിയെ ആളുകൾ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് ഈ രണസുനയോട് താല്പര്യമില്ലാത്ത ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. ഈ രേണുസുതിയുടെ കോപ്രായത്തരങ്ങൾ, വെറുപ്പിക്കൽസ്, ആ കുഞ്ഞ് പറഞ്ഞതിന് ശേഷമുള്ള കുറെ കാര്യങ്ങൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെ നുണ. ചില ആളുകൾ ജന്മന നുണ പറയുന്ന ആളുകളാന്ന് പറഞ്ഞിട്ടില്ലേ, ജീവിതകാലം മുഴുവൻ അവർക്ക് അത് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത രീതിയിൽ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് രണസുനയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ രണസുനയോട് താല്പര്യമില്ലാത്ത ആളുകൾ ഷെഫീന ബീവിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തതിൽ കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡാനി സത്യനും അതേപോലെ അതുൽ വ്ലോഗൊക്കെ പറഞ്ഞ പല കാര്യങ്ങളെ കുറിച്ചിട്ടും വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഷെഫീന ബീവി പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. അതുകൂടാതെ തന്നെ ഈ രണസുനയെ എന്തിനാ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ കാണുന്നില്ലേ. പിന്നെ വിപിൻ ലാൽ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇയാൾ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് നന്മയാണ് ചെയ്യുന്നത്? ഈ ആൽബത്തിൽ എന്ത് ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ് ഈ ആൽബത്തിന്റെ സ്റ്റോറി എന്നറിയോ? ആൽബത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മധുവിധു ആഘോഷമാണ്. ഈ ഒരു മധുവിധു ആഘോഷം, ഹണിമൂണ്, ഈ ഒരു സംഭവത്തിലേക്കാണ് ഈ മുന്തിരിയൊക്കെ പൊക്കളിൽ വെച്ച് നക്കുന്ന സംഭവമൊക്കെ ആള് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നുള്ളതാ. ആള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിപ്പോ ആദ്യം കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കും, അത് ചാനൽ വഴി പുറത്ത് വിടുന്നുള്ളത്. അതിനെ സജീന വേറെ രീതിയിലൊക്കെ ആക്കിയിട്ടൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്തിനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തു. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ രണസുന ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യം എന്തിരുന്നിരുന്നു? നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ കേസ് കൊടുക്കാം, അതൊന്നും ചെയ്തില്ല. വെല്ലുവിളിയാണ്. ഇനിയിപ്പോ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഇനി എന്താണ് കാര്യം? കേസ് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടോ? ഒന്നുകൂടി കണ്ടോ? എടി ഷഫീന ബീവി, നീ കുറെ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ വാചകം അടിച്ചാൽ മതി. നിന്റെ ചെലവ്. എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും മരിച്ച ആളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ.
കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. ഓക്കെ, ഈ സമയത്ത് ചോദിക്കാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. ഇടത്തെ കൈ കൊണ്ടാണോ ചോറ് തിന്നുന്നത്? ഓ, സെൽഫി ക്യാമറ അല്ലേ. പല ആളുകളും പറയുന്നത് ഈ ഭാഗത്തുള്ള മൂക്കട്ട എന്താ ഈ ഭാഗത്തേക്ക് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നത് കാണുന്നത്. മൂക്കട്ടല്ല, ആ ഒരു സാധനം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, നിങ്ങളിപ്പോ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടില്ലേ, ഇതിപ്പോ ലക്ഷ്യം വെക്കുന്നത് എന്താ? നെഗറ്റീവ് ഇമേജ് തന്നെയല്ലേ? നിങ്ങൾ വിചാരിക്കും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് വരുന്നുള്ളത്. ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ആ കമന്റ് ബോക്സ് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ തുച്ഛമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഷെഫീന ബീവി ഫുള്ള് ചെലവെടുത്ത് ആ ഒരു കബറിടം പൊക്കിയെടുത്ത് അതിൽ നിന്നും ബോഡി എടുത്ത് DNA ടെസ്റ്റ് ചെയ്യണല്ലേ. ഞാനിത് എന്താ പറയണ്ട്, എന്തൊക്കെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിൽ ഈ കോപ്രായത്തരങ്ങളുടെ സൈഡിൽ കൂടെ, നുണകൾ പറയുന്ന മറ്റൊരു സൈഡിൽ കൂടെ, വെറുതെ ആവശ്യമില്ലാതെ തല്ലുണ്ടാക്കുന്ന അപ്പുറത്തെ സൈഡിൽ കൂടെ, അതിന്റെ ഇടയിൽ ആ ചെക്കനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, ആ ചെക്കനെ നാണം കെടുത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടി. അപ്പൊ ഇതൊക്കെ അവസാനിപ്പിക്കുക എന്നല്ലേ ജനങ്ങൾ പറയുന്നത്. ഇപ്പൊ അതിലുള്ള കടക്ക വിഷയത്തിൽ പറഞ്ഞില്ലേ, വിപിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തി അത്രക്ക് നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത്. അതേ കാര്യം ഞാനും ഏറ്റവും ഫസ്റ്റ് വീഡിയോ ചെയ്ത ആള് ഞാനാ. അതിൽ ഞാനും പറഞ്ഞു, ഈ വിപിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇവരെ വെച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു കണ്ടന്റ് ചെയ്യുന്നത്, എന്ത് ഗുണമാണ് ഇത് നാട്ടുകാർക്കുള്ളത്? നിലവിൽ രണസുനയുടെ ഈ സബ്സ്ക്രിപ്ഷനും മറ്റേ തേങ്ങയും മാങ്ങിയും കണ്ട ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക അല്ലെ. അതിന്റെ ഇടയിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടോ? ഇല്ല. പാടാനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത് നിങ്ങൾ. അതിൽ നന്നായിട്ട് ഇഷ്ടം പോലെ കുട്ടികൾ പാടുന്നവരുണ്ടോ, നല്ല നന്നായി പാടുന്ന കുട്ടികളുണ്ടോ? അവർക്കൊന്നൊരു അവസരം പോലും കൊടുക്കാതെ ഇതിനൊക്കെ കയറ്റി നിർത്തുമ്പോ ഞാൻ എന്ത് പറയാനാണ്? അങ്ങനെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉള്ള വില ഉണ്ടെങ്കിൽ തന്നെ അത് കളഞ്ഞുകൊണ്ടിരിക്കുക. ഈ സംഭവം അവസാനിപ്പിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ വെറുപ്പിക്കൽ അവസാനിപ്പിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ മറുപടി കൊടുക്കുകയാണ് വിചാരിക്കുക, ഈ മറുപടി എടുത്ത് റിയാക്ട് ചെയ്യൂലേ വീണ്ടും. ഇപ്പൊ എന്നെ പോലെയുള്ള ആളുകളുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാ. നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടുന്നതുകൊണ്ടാണ് എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അലമാരയിൽ പൂട്ടി വെക്കണമല്ലോ പെൻഡ്രൈവിലാക്കിയിട്ട്, ഞങ്ങൾ വന്നിട്ട് അതല്ലല്ലോ എടുക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടുന്നതാ. നമ്മൾ ഫെയർ യൂസ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഷെഫീന ബീവി പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എനിക്ക് യാതൊരു യോജിപ്പൊന്നും ഇല്ല കേട്ടോ. മക്കള് നിന്റേത് തന്നെയാണ് എന്ന് തെളിയിക്കുക എന്ന് പറയുന്ന സാധനം, അല്ലെ മകൻ, അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. അതൊക്കെ അത്ര നല്ലൊരു വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവരങ്ങനെ പറയാനുണ്ടായ സാഹചര്യങ്ങൾ അത് നിങ്ങൾ നോക്കണം. അവരുടെ അച്ഛനും അവരുടെ അമ്മയ്ക്കും അവരുടെ മക്കൾക്കും എല്ലാവർക്കും വിളിച്ചിട്ടുണ്ട് ഈ രണസുന. അതുകൊണ്ടാണ് അവരത് വിളിക്കുന്നത്. നമ്മൾ ആ ഒരു ഭാഗം മാത്രം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല അല്ലെ, DNA ടെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഷെഫീന ബീവിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുള്ളതാണ്. അവർ കൃത്യമായിട്ട് ഈ രണസുന പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടിയിൽ ശബ്ദം വെക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ കാണിക്കുന്നു, കാര്യം പറയുന്നു. കാലങ്ങളായിട്ട് എന്തൊക്കെയോ തല്ലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫുൾ ആയിട്ടൊന്നും കാണാറില്ല. അപ്പൊ ഈ വിഷയം വന്നപ്പോഴാണ് കുറച്ച് വീഡിയോസ് കാണുന്നത്. അതിനിടയിൽ പലതും കണ്ടിട്ടുണ്ട്. ഈ രേണുസുതി റിയാക്ഷൻ ചെയ്യുമല്ലോ, ഒരു 1.5 മിനിറ്റ് ആവുമല്ലോ, അത് കാണുമ്പോഴാണ് നമ്മൾ എന്താ ഷെഫീന ബീവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേ എന്നൊരു സാധനം നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷെഫീന ബീവിനെ ഇതിനേക്കാൾ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പലതും ഈ പറയുന്ന രണസുന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഷെഫീന ബീവി അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്തായാലും വിപിൻ ലാലിനെ കൊട്ടേഷൻ കൊടുത്ത് ഇറക്കിയതാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. ഈ വിപിൻ ലാൽ ഇപ്പൊ നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. 2 ചാനലിൽ ഇപ്പൊ ഇന്റർവ്യൂ ഞാൻ കണ്ടു. എന്തിനാണ് ഇയാൾ വെപ്രാളം പിടിച്ച് നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ രേണുസുതി പറഞ്ഞ കുറെ കാര്യങ്ങൾ അതിൽ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മടിയിൽ കയറ്റി ഇരുത്തണം, ഇങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് ഇരുത്തണം എന്ന് പറഞ്ഞൊരു സാധനം. പിന്നെ മുഖത്ത് കുറച്ച് ആക്ടിവിറ്റീസ് കാണിക്കാനുണ്ട്, ഉമ്മ വെക്കലും അതും ഇതും കവിൾ പിടിച്ച് വലിക്കലും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുവാടേ ഇത്? പിന്നെ ബഹളം വെച്ചതും കള്ളു കുടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തെളിയിക്കേണ്ടത് വിപിൻ ലാൽ തന്നെയാണ്. അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളിപ്പോ വലിയ ലിഗേഷനാ പറഞ്ഞ കള്ളു കുടിച്ച് ബഹളം വെച്ചു അത് ഇത് എന്നൊക്കെ. നിങ്ങൾ കാണിക്കേണ്ട വീഡിയോകൾ ഞങ്ങളിപ്പോഴും കിട്ടിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ല ഈ റിസോർട്ട് നിങ്ങൾ ഒരു ദിവസത്തിനടുത്താണ് നാട്ടിലാണെന്നൊക്കെ. നിങ്ങൾ ആ CCTV ക്യാമറ ഫുട്ടേജ് ഒന്ന് പുറത്തു വിടുക, ജനങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഈ വിഷയത്തിൽ ഷെഫീന ബീവിക്കുള്ള ഒരു മറുപടി നിങ്ങൾ ഇങ്ങനെ കൊടുക്കേണ്ട എന്ത് കാര്യം ഉണ്ടായത്? ഇത് വീണ്ടും നാണക്കേടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണെന്നുള്ളതാണ്. പിന്നെ ഷെഫീന ബീവിനെ ഏറ്റവും നിങ്ങൾ കാലങ്ങളായിട്ട് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക. ഇതൊന്നുമില്ല, അതിന്റെ ഇടയിൽ നിന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും, അതിനൊരു തർക്കവും വേണ്ട. നിങ്ങൾ തന്നെയാണ് പെർമിഷൻ ഗ്രാന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെയ്യ്, എനിക്ക് റീച്ച്. നിങ്ങളെ വാക്കുകൾ, നിങ്ങൾ പറഞ്ഞ വാക്കുകളോട് കിടക്കുന്നുണ്ട്. അതൊരു എവിഡൻസ് ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ചില സമയത്ത് ഞാൻ ചാവാൻ പോവാണെങ്കിൽ കിടന്ന് കരയും, പിന്നെ അപ്പൊ തന്നെ ഡാൻസ് കളിക്കും. ഇതാണ് നിമിഷാർത്ഥം കൊണ്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒന്നേ പറയുന്നുള്ളൂ, വല്ല വില ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാതിരിക്കുക. ഇനിയെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത്
ഈ കോപ്രായത്തരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലപോലെ അഭിനയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറെ ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ കുറെ ബുദ്ധി ഇല്ലാത്ത കുറെ എണ്ണം സപ്പോർട്ട് ചെയ്യും. അല്ലാത്ത ആരും സപ്പോർട്ട് ചെയ്യില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളൊക്കെ പറയുമ്പോൾ അവർ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, അപ്പൊ കോപ്രായത്തരങ്ങൾ ഇന്ന സാധനങ്ങൾ അത് മാറ്റണം എന്നല്ല ചിന്തിക്കുക. അതൊന്നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കത്തിയ ആളുകൾ കത്തിയിട്ടുണ്ടാവും, അല്ലാത്ത ആളുകൾ കത്തൂല. അത്രേ പറയുന്നുള്ളൂ. ഷെഫീന ബീവി ഇതിനൊരു മറുപടി ഉണ്ടാവും. നമുക്കതും കാത്തിരിക്കാം. വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ എടുത്തത് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.